ഹലോ. ഉണ്ടല്ലോ, കൊടുക്കാം. ഓഫീസ് സൂപ്രണ്ടാ. ഓഫീസ് സൂപ്രണ്ട്. ഹലോ. ആ അതെ, എന്നാ എന്റെ ഡേറ്റ്? ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി പറയാ. ഓഫീസ് കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു കിടപ്പാ. പഴയ ആളുണ്ടാക്കിയ കുഴപ്പങ്ങളാ. അവിടെ ഉള്ളവർക്ക് തന്നെ ഒന്നിലൊരു നിശ്ചയമില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇന്ന് കാലത്ത് തന്നെ ഒരു ഷിപ്മെന്റ് വന്നു. അത് ബോംബെയിലോ കൊച്ചിയിലോ ഇറക്കേണ്ടത് സംശയം. ഉടൻ മെസ്സേജ് കൊടുക്കേണ്ടതാ. എന്നാ പിന്നെ ആദ്യം പറയണ്ടേ? ആ ഹലോ, ആരാ? മതി, നാളെ മതി, നാളെ മതി. എന്തെങ്കിലും സംശയം ഉണ്ടോ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. എന്നിട്ട് കാലത്ത് എന്താ പറ്റിയത്? അത് കാലത്തെ എനിക്ക് ലേശം അബദ്ധം പറ്റി. കേറി ചെല്ലുമ്പോ നമ്മുടെ പാണം കേളു നിൽക്കണു. തനിക്കറിയില്ലേ കേളുവിനെ? നന്ദുണി. പിന്നെ കേളുവിനോട് വിശേഷം പറഞ്ഞിരുന്ന് ടെലക്സിന്റെ കാര്യം ഞാനും അങ്ങ് മറന്നു. വെറുതെ എന്തിനാ അവരെയൊക്കെ ഓഫീസിൽ വിളിപ്പിക്കണേ? ഒഴിവുള്ളപ്പോ ഇങ്ങോട്ട് വരുത്തിയാ പോരെ? നോക്ക. വരൂ. ഹലോ മിസ്റ്റർ പിള്ള. വരണം വരണം. പിള്ളയുണ്ട്. ഓ, ഇരിക്കണം, ഇരിക്കും. ജോലിക്കാരിയെ ശരിയാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിൽക്കുന്ന പെണ്ണ് വരും. കാലത്ത് 10 മണി വരെ അവൾക്ക് അവിടെ പണി ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വരും. ഒരു ഉച്ച തിരിഞ്ഞ് അവളെ അങ്ങോട്ട് വിട്ടാ മതി. ഞാൻ രാവിലെ ഇറങ്ങിയ പിന്നെ അവൾക്കവിടെ പണിയൊന്നുമില്ല. പിള്ളസാറിന് ഭക്ഷണവും മറ്റും അതൊക്കെ അദ്ദേഹം തന്നെ മാനേജ് ചെയ്തോളും. അതിനൊന്നും ഒരു മടിയില്ല, അല്ലേ? അതെ അതെ, നമുക്ക് ഭക്ഷണം മറ്റാരെങ്കിലും വിളമ്പി തരണം. എനിക്കത് തീരെ ഇഷ്ടമല്ല. എനിക്കൊരു ദിവസം വയ്യാണ്ടായാലും ജോലിക്കാരി വന്നില്ല എന്ന് വെച്ചാലും എല്ലാ കാര്യങ്ങളും പിള്ളസാർ എന്നെ നോക്കിക്കോളും. അതെ അതെ. പിന്നെ മിസ്റ്റർ വർമ്മ, നിങ്ങൾ ഓഫീസ് പോയ ഈ കുട്ടി ഇവിടെ വെറുതെ ഇരിക്കില്ലേ? ബോറടിക്കില്ലേ? ഞാൻ പലവട്ടം പറഞ്ഞു വിമൻസ് ക്ലബിലേക്ക് വരാൻ. എന്താ വർമ്മയ്ക്ക് ഇഷ്ടമില്ലാന്നുണ്ടോ? ഒരു വിരോധമില്ല. അനിപ്പെന്താ? അല്ല, വർമ്മയ്ക്ക് ഓഫീസും കലയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സുഭദ്രയ്ക്ക് ഒരു നേരം പോക്കാവൂലോ. കൽക്കട്ടയിൽ വെച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാനങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇവിടെ അത് പോരാ. ഇത് നമ്മുടെ നാടാ. ഇവിടെ എല്ലാവരും പരിചയപ്പെടുകയും എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുകയും ഒക്കെ വേണം. എന്താ? അതെ അതെ, ഒരു സോഷ്യൽ അക്വൈന്റൻസ് ഒക്കെ ഇല്ലാതെ എങ്ങനെ? ഞാൻ അതാ ഇവിടെ ഫുൾ ടൈം സോഷ്യൽ ആക്ടിവിറ്റീസിനായിട്ട് അങ്ങോട്ടിരിക്കുന്നത്. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട, നാളെ ക്ലബ് റിഹേഴ്സലിന്റെ മറ്റു അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ? അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? ഓക്കെ. പറ്റിയ ഭാര്യയും പറ്റിയ ഭർത്താവും. ആ സ്ത്രീ വളരെ ഹെൽപ്ഫുൾ ആണ്. നിർത്തൂ നിർത്തൂ, ഒന്ന് നിർത്തൂ. എനിക്കിന്ന് തേങ്ങ അടിക്കാൻ പോണ്ടേ? വണ്ടി അതിപ്പോ ബസ് പോയാ മതി. പോരെ? മതി, ഞാനത് പറയാൻ വരികയായിരുന്നു. ചില്ലറ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അയ്യപ്പന്റെ ഫോട്ടോ വെച്ച സ്റ്റാൻഡ് ഉണ്ട്. ഓ, ഒരുങ്ങില്ല ഇതുവരെ? പോണ്ടേ നമുക്ക്? ഞാൻ വരണോ? ഇങ്ങനെ പുറത്തിറങ്ങാതിരുന്ന ടൈം അടി. വേഗം പോയി ഒരുങ്ങുന്നേ. ബേബിയുടെ ജോലിയൊന്നും തീർന്നില്ല. അത് സാരമില്ല. ബേബി, നീ ഇപ്പൊ അങ്ങോട്ട് പോയിക്കോ. ഞങ്ങൾ വരുമ്പോ വന്നാ മതി. കുട്ടി വേഷം മാറുന്നേ. ഇതൊക്കെ പോരെ വേഷം? നല്ല കാര്യായി. അവിടെ തൂക്കി നോക്കണ പാർട്ടീസാ. നമ്മൾ ഒട്ടും വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടി നന്നായി ഡ്രസ് ചെയ്യും. ചെല്ലു. എങ്ങനെയുണ്ടടി കാര്യങ്ങളൊക്കെ? പരിചയം വരുന്നല്ലേ ഉള്ളൂ. ആൽബർട്ടേ, അന്ന് ആ ഹോട്ടലിൽ വെച്ച് കണ്ട പാർട്ടിയില്ലേ,
അവരിന്ന് വിമൻസ് ക്ലബിൽ വന്നിരുന്നു. ഏത് പാർട്ടി? ആ അന്നാ മിസ്സസ് പിള്ളയോടൊപ്പം ഒരു തമ്പുരാട്ടി വന്നില്ലേ? ഓ, ആ സിന്ദൂരപ്പൊട്ട്. പുള്ളിക്കാരിയെ മിസ്സസ് പിള്ള കൊണ്ടുവന്ന് ക്ലബിൽ ചേർത്തു. ഞാനൊരു ലയൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു സൗകര്യമായി. ഏതാശാനെ പുതിയ പാർട്ടി? അതൊക്കെ ഉണ്ടടോ. പറയാശാനെ, എങ്ങനെയുണ്ട് പാർട്ടി? ഉഗ്രൻ സാധനം. കെട്ടിച്ചതാണോ ഇതും? ആ കെട്ടിച്ചതൊക്കെ തന്നെ. എന്റെ പ്രദീപകുമാരാ, നിനക്ക് ഈ സെക്കൻഡ് ഹാൻഡ് മാത്രമേ കിട്ടുള്ളൂ. അതെ, ഈ സെക്കൻഡ് ഹാൻഡ് ആയാലുള്ള സൗകര്യം വല്ലതും ആശാൻ അറിയോ? ആശാൻ ഒരു ഫസ്റ്റ് ഹാൻഡിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിപ്പുണ്ടല്ലോ. എന്താ പ്രയോജനം? ഇല്ല, ആശാന്റെ കോട്ട തീർന്നു. ഇത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒഴിക്കടാ, നിനക്ക് ഈ കഥ കേൾക്കാനല്ലേ, എന്തെങ്കിലും നുണയൊക്കെ ഞാനും പറയാം. ചുമ്മാ ആശാനെ, നേരം പോണ്. തന്തപ്പടി അന്വേഷിച്ചിങ് വരും. വേഗം പറ പ്രദീപേ. ആശാനെ, അങ്ങനെ പറയാനും മാത്രമൊന്നും ആയിട്ടില്ല. സാധനം എങ്ങനെയുണ്ട്? ഉന്നത കുലജാത, 5.5 അടി പൊക്കം, സ്വർണത്തിന്റെ നിറം, മുട്ടുവര മുടി, കരിങ്കൂവളപ്പൂവിന്റെ ഇതൾ പോലെ കണ്ണ്, അടുത്തു ചെന്നാൽ കാച്ചിയെണ്ണയുടെയും കൈതപ്പൂവിന്റെയും സുഗന്ധം. സെക്കൻഡ് ഹാൻഡ് ആയാലെന്താ, ഒന്ന് കാണാൻ എന്താ വഴി? നീ കണ്ടിട്ട് എന്തിനാ? അല്ല, വെറുതെ ഒന്ന് കാണാൻ. ഇതും പെടുവോ ആശാനെ? പെടാതിരിക്കാൻ വഴിയില്ല. ആ ഭർത്താവ് ഒരു കോന്തം തമ്പുരാന. അത് നല്ല ലക്ഷണ. പിന്നെ ഞാൻ ചില നമ്പറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ലക്ഷണം കണ്ടെടുത്തോളം എന്നോടൊരു പൊടി താല്പര്യം ഉണ്ട്. അന്ന് ആ ഹോട്ടലിൽ പാടിയ പയ്യനില്ലേ, അയാളാണ് മ്യൂസിക് ഡയറക്ഷൻ. നാടനോ ഫോറിനോ? നാടനിൽ ഫോറിൻ കലർത്തിയതാ. വാസനയുള്ളവരുണ്ടോ? വാസനയൊക്കെ ഉണ്ട്, പാടാനില്ല. അടുത്ത് ചെല്ലുമ്പോ ഒരു വാസനയുണ്ട്. 5 പേരാ പാടുന്നത്. ശ്രുതിയില്ല, താളമില്ല, ഒന്നുമില്ല. കാണാൻ എങ്ങനെയുണ്ട്? വേറൊന്നുമല്ല, ഒരു നയനസുഖം ഉണ്ടാവുമെന്ന് കാണാൻ. ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരും ലിപ്സ്റ്റിക്കും സ്ലീവ്ലെസ്സും ഒക്കെ ആയിട്ടാ വരുന്നത്. നമ്മുടെ നാടൻ കല അവിടെ യേശുവോ? ഇത്തിരി പ്രയാസ. അധികം പൊങ്ങച്ചക്കാരികളാ. താനും കൂട്ടത്തിൽ കുടിക്കോ? ഒരു രസല്ലേ, തന്റെ കയ്യിരിപ്പ് തനിക്കും കാച്ചാലോ. ശയിക്കാം. അയ്യോ, മോക്കൊരു എഴുത്തെഴുതണം, അത് മറന്നു. അത് കാലത്തായാലും പോരെ? പോരാ, ഇപ്പ ആരാട്ടോ. സാറേ, ഒരു സെക്കൻഡ്. അല്ല നിക്കൂട്ടോ, പോരാ. ഇവിടെ അടുത്ത് നിൽക്കുക. എന്താ കാര്യം? സാറിനെ കാണാൻ ഒരു കൊട്ടുകാരൻ. എന്താ കോള്? തുടങ്ങാൻ പറയട്ടെ. താനൊരു കാര്യം ചെയ്യാ, അയാളെ ഒന്നും കൊണ്ട് വിളിക്ക. ഓരോരോ കിറുക്കുകൾ. ഇപ്പം അങ്ങനെയൊക്കെ കമ്പ ഇവനാ. ഈ പോക്ക് പോയാൽ ശരിയാവില്ല. എന്തു വേണം? സാറ് വരാൻ പറഞ്ഞിരുന്നു. എന്താ പേര്? അച്യുതൻ. അച്ചുമാരാരെന്ന് പറയും. ഓ, അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മാരാരിയോടെ വരുമെന്ന്. അദ്ദേഹം ഇപ്പോ വലിയ തിരക്കിലാ. ഇപ്പൊ കണ്ടാൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. മാരാർക്ക് ധൃതിയൊന്നുമില്ലല്ലോ. എനിക്കിപ്പോ എന്താ ധൃതി? എങ്കിൽ വീട്ടിൽ ചെന്ന് കാണുന്നതാവും ഭംഗി. അതാവുമ്പോ സൗകര്യമായിട്ട് ലോഹ്യവും പറയാം. മാരാരൊരു കാര്യം ചെയ്യും, ഈ സാധനം ഇവിടെ വെച്ചോളൂ. വൈകിട്ട് ഒരു 5 മണിക്ക് ഇങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ പോവുകയും ചെയ്യാം. എന്താ അതുപോലെ? ധാരാളം. എടോ, ഇത് വാങ്ങിച്ചു വയ്ക്കാം. അല്ല, മാരാർ 5 മണിക്ക് ഇങ്ങോട്ട് വന്നോളൂ. തന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം.
ഇനി ഈ വക കക്ഷികളെ എന്നോട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഞാനൊന്നും പറയണില്ല. പണി വേറെ അന്വേഷിക്കേണ്ടി വരും. പൊക്കോളാ. പിള്ളസാറിന്റെ കൊച്ചമ്മ തന്നെയാ ചേച്ചി എന്നെ ഇവിടെ ആക്കിയത്. ഒരു 5-6 മാസം ഞാൻ നിന്നു കേട്ടോ. പിന്നെ നിവർത്തിയില്ലാണ്ടായി. ഭാര്യയും ഭർത്താവ് മൂക്കറ്റം കുടിക്കും, പിന്നെ വഴക്കാ. അങ്ങേര് മിക്കവാറും ടൂറില്ല. ചില സാറുമാരൊക്കെ വന്നു പോവും. ഞാനതൊന്നും കണ്ടു നടിക്കാറില്ല. അല്ല, നമുക്ക് നമ്മുടെ ജോലി നോക്കിയാ പോരെ. അവരൊക്കെ വലിയ ആൾക്കാര്, എന്തൊക്കെയോ നടക്കണു. എത്ര കണ്ടില്ല നടിച്ചാലും അവർക്ക് ചിലപ്പോ കണ്ടോന്നൊരു സംശയം. എന്നിട്ട് എന്റെ മേക്കിട്ട് കയറി. ബേബി, ആ ഫ്രിഡ്ജിലെ കുപ്പിയെല്ലാം കാലിയാ. വെള്ളം നിറച്ചു വെക്ക്. വെള്ളം ഉണ്ടല്ലോ ചേച്ചി? ഇല്ല, 3-4 കുപ്പികൾ കാലിയാ.